ഹായ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്. അപ്പോൾ അതിനു മുന്നേ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ചെറിയൊരു പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ഉണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ആണ്. അതായത് നമ്മുടെ ഇന്റഗ്രേഷനിലും ഡിഫറൻഷിയേഷനിലും ഒക്കെ ഒരു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിനെ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് എന്ന് മാറ്റി എഴുതലുണ്ട്. അതേപോലെ ഇന്റഗ്രൽ സി ഇൻറ്റു എഫ് ഓഫ് എക്സിനെ സി ഇൻറ്റു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്നും എഴുതലുണ്ട്. അങ്ങനെ എഴുതാനുള്ള കാരണം ആ ഇന്റഗ്രേഷൻ ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മളെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനും ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പൊ എന്താണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ, ലീനിയാരിറ്റി പ്രോപ്പർട്ടി അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഉള്ളില് ഒരു എഫ് ഓഫ് ടി പ്ലസ് ജി ഓഫ് ടി ഫോമിലാണ് ഫംഗ്ഷൻ കിടക്കുന്നതെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് എൽ ഓഫ് ജി ഓഫ് ടി. പ്ലസിന്റെ കേസിൽ ഇതേപോലെ തന്നെ മൈനസിന്റെ കേസിലും മൈനസ് ആക്കി എഴുതാം. മാത്രമല്ല ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടിന്റെ അപ്പുറം ഒരു കോൺസ്റ്റന്റ് സി ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സീനെ നേരെ പുറത്ത് എഴുതാൻ പറ്റും. അതായത് സി ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി. അപ്പൊ ഈ രണ്ട് റിസൾട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി എഫ് ഓഫ് ടി plus g of t equal to c into Laplace transformation of f of t plus Laplace transformation of g of t. ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ ഇനി വരുന്ന ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുന്ന കേസിൽ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താലോ നമുക്ക് അതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഹൈപ്പർബോളിക് സൈന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹൈപ്പർബോളിക് സൈൻ, അതായത് എൽ ഓഫ് സൈൻ എച്ച് എ ടി. അപ്പൊ നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ ഒരു റിസൾട്ട് അറിഞ്ഞിരിക്കണം. അതായത് സൈൻ എച്ച് എക്സ് എന്താണെന്ന് അറിയണം. സൈൻ എച്ച് എക്സ് ഈസ് ഈക്വൽ ടു e raised to x minus e raised to minus x by 2. ഇതാണ് സൈൻ എച്ച് എസിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ എച്ച് എക്സ് അല്ല, എക്സിന് പകരം എ ടി ആണ്. അപ്പം നമുക്ക് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന് എൽ ഓഫ് ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സിന് പകരം ഇവിടെ എ ടി ആണ്. അപ്പൊ ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ 2 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനിയാണ് നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനുള്ള കോൺസ്റ്റന്റ് ആയ 1/2 പുറത്തു വെക്കാൻ പറ്റും. അപ്പൊ 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി എഴുതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു നമ്മൾ വീണ്ടും ലീനിയാരിറ്റി പ്രോപ്പർട്ടി, അതായത് ഇതാണ് എഫ് ഓഫ് ടി മൈനസ് ജി ഓഫ് ടി. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനുള്ളിൽ എഫ് ഓഫ് ടി മൈനസ് ജി ഓഫ് ടി വരികയാണെങ്കിലും നമുക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി പ്രകാരം സ്പ്ലിറ്റ് ആക്കി എഴുതാൻ പറ്റും. അപ്പം എൽ ഓഫ് ഇ റേസ് ടു എ ടി മൈനസ് എൽ ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇ റേസ് ടു എ ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഇ റേസ് ടു എ ടി അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു എ ടിൻ്റെത് 1/s മൈനസ് എ എന്നാണ് പഠിച്ചത്. അപ്പൊ 1/s മൈനസ് എ മൈനസ് 1/s മൈനസ്, ഈ കേസിൽ എ മൈനസ് എ ആണ്. അപ്പൊ എന്റെ സ്ഥാനത്ത് മൈനസ് എ കൊടുക്കുമ്പോൾ പ്ലസ് എ. ഇത് ചെയ്താൽ ആൻസർ കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ ബ്രാക്കറ്റിനുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എസ് പ്ലസ് എ മൈനസ് എസ് മൈനസ് എ ഡിവൈഡഡ് ബൈ, ഇതൊരു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റ് ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, therefore എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ ന്യൂമറേറ്റർ സോൾവ് ചെയ്യുമ്പോൾ എസ് പ്ലസ് എ മൈനസ് എസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, therefore പ്ലസ് എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 1/2. ഇവിടെ എസും മൈനസ് എസും ക്യാൻസൽ ആയി പോയി, ബാക്കി 2a ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ശേഷം നമ്മൾ 2 ഉം 2 ഉം കട്ട് ചെയ്താൽ ഫൈനൽ ആൻസർ a ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ.
അപ്പൊ സൈൻ h18ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ a/s² - a² ആണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൈൻ h ഓഫ് 2t. അപ്പൊ ഈ കേസിൽ a ക്ക് പകരം 2 ആണ്. അപ്പം 2/s² - 2², that is 2/s² - 4 എന്ന് വരും. വേറെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൈൻ h ഓഫ് 3t, ഇതും നമ്മളെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ a ക്ക് പകരം 3 ആണ്. അപ്പോൾ ആൻസർ a/s² - a² എന്നുള്ളത് ഈ കേസിൽ a 3 ആയതുകൊണ്ട് 3/s² - a² എന്നുള്ളത് 3², that's equal to 3/s² - 9 എന്നായി മാറും. അപ്പൊ ഇത്ര